Assalamu alaikum. Today I am going to recite Surah Nahl, ayah number 73 to 75. Its meaning: أعوذ بالله من الشيطان الرجيم. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു ലഹും റിസ്ഖൻ മിനസ്സമാവാതി വൽ അർദി ശൈഅൻ വലാ യസ്തതിഊൻ. അല്ലാഹുവിനു പുറമെ അവർ ആരാധിക്കുകയും ചെയ്യുന്നു. ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് വല്ലതും ആഹാരം നൽകുവാൻ പ്രാപ്തമാക്കുകയാകട്ടെ വല്ല കാര്യത്തിനും സാധ്യമാക്കുകയാകട്ടെ ചെയ്യാത്തവയെ. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ ഇന്നല്ലാഹ യഅലമു വഅൻതും ലാ തഅലമൂൻ. അപ്പോൾ നിങ്ങൾ അല്ലാഹുവിന് ഉപമകൾ പറയരുത്. നിശ്ചയമായും അല്ലാഹു യഥാർത്ഥം അറിയുന്നു, നിങ്ങളാകട്ടെ അറിയുന്നില്ലതാനും. ضربallahu مثلا عبدا مملوكا لا يقدر على شيء ومن رزقناه منا رزقا حسنا فهو ينفق منه سرا وجهرا هل يستوون الحمد لله بل أكثرهم لا يعلمون. അല്ലാഹു ഒരു ഉപമ വിവരിക്കുകയാണ്. ഒരു കാര്യത്തിനും കഴിയാത്ത ഉടമയാക്കപ്പെട്ട ഒരു അടിമയെയും യാതൊരുവനെയും അവന് നമ്മുടെ വകയായി നാം നല്ലതായ ഉപജീവനം നൽകിയിരിക്കുന്നു. എന്നിട്ട് അവൻ അതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിച്ചു വരികയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർ സമമാകുമോ? ഇല്ലെന്ന് തീർച്ചയാണല്ലോ. അല്ലാഹുവിനത്രേ സ്തുതി മുഴുവനും. പക്ഷേ അവരിൽ അധികമാളും അറിയുന്നില്ല.